മൃതസഞ്ജീവനി മരുന്നുമായി ഒരു വലിയ മല തന്നെ ഉയർത്തി പറന്നിറങ്ങുന്ന ഹനുമാൻ പുരാണങ്ങളിലുണ്ട്. അത് മിത്തല്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. ലോകത്തിന് അത്ഭുതമായി, ലോകത്താദ്യമായി പറന്നിറങ്ങുന്ന വിമാനം ഇന്ത്യ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിൽ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം ഒരു ആധുനിക ആശുപത്രിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രിയുടെ, ഈ പറന്നിറങ്ങുന്ന ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ 2 ഇത്തരം യൂണിറ്റുകൾ വിന്യസിച്ചിരുന്നു. ഇതിപ്പോൾ എല്ലായിടങ്ങളിലേക്കും വിന്യസിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ മെഷീൻ, രക്തപരിശോധന ഉപകരണങ്ങൾ, വെന്റിലേറ്റർ തുടങ്ങി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇതിൽ ഉണ്ട്. പീസ് മേക്കിംഗ് എക്യുപ്പ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പോർട്ടബിൾ എയ്ഡ് ക്യൂബ് സേവനം ആരംഭിച്ചിരിക്കുന്നു. ഇതിപ്പോൾ തുടക്കത്തിൽ ആർമി പാരാമെഡിക്കൽ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടതാണ് ഇവ ആദ്യം പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ എയർ ഡ്രോപ്പ് പോർട്ടബിൾ ഹോസ്പിറ്റൽ രാജ്യത്തെ എല്ലായിടത്തും വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആഗ്രയിൽ വെച്ചാണ് ആദ്യ എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത്. അതൊരു വലിയ വിജയമായതിനെ തുടർന്നാണ് പിന്നീട് അയോധ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. 720 കിലോ ഭാരമുള്ള ഈ ആശുപത്രിയെ 2 പ്രത്യേകതരം പാരച്യൂട്ടുകളാണ് ഉയർത്തി പറക്കുന്നത്. 1500 അടി ഉയരം വരെ ഇതിനെ പറക്കാൻ കഴിയും. 12 മിനിറ്റ് കൊണ്ട് ഏതു സ്ഥലത്തും ഇത് സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വലിയ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ഈ തീപിടുത്തങ്ങൾ, വെടിവെപ്പുകൾ അങ്ങനെയുള്ളിടത്തെല്ലാം ഇതിനെ സജ്ജീകരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ അതിർത്തികളിലും മറ്റുമൊക്കെ ഈ സൈന്യത്തിന് ഒരു വലിയ സേവനം തന്നെയായിരിക്കും ഇത്തരം ആശുപത്രികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വലിയ ദുരന്തങ്ങൾക്കും പെട്ടെന്ന് തന്നെ പറന്നിറങ്ങി ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു സൗകര്യം ഈ ആശുപത്രി നൽകും. ഏതായാലും ലോകത്ത് തന്നെ ഇതാദ്യമായിട്ട് വികസിപ്പിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് അതിനുശേഷം ഇപ്പോൾ രാജ്യം മുഴുവൻ വിന്യസിക്കാൻ ഒരുങ്ങുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. മോഡിഫൈഡ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.